മുഴുവനും കഴിയടാ. ആഹാരം വേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടല്ലേ. അരുണിന് കുറച്ച് മതിയെന്ന് പറഞ്ഞത് അച്ഛ. ഞാനാ നിർബന്ധിച്ച് ഇത്ര ഇട്ട് കൊടുത്തത്. മതിയെങ്കിൽ ഞാൻ കഴിച്ചോളാം. വേണ്ട, നീ തന്നെ മുഴുവനും കഴിച്ചിട്ട് എണീറ്റാ മതി. ഇപ്പൊ എളുപ്പം തന്നാലേ അത് പിന്നെ ശീലാവും. ഈ മാസം തന്നെ സെക്രട്ടറി ലിസ്റ്റിന്റെ വിജ്ഞാപനം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായി നിന്റെ പ്രിപ്പറേഷനൊക്കെ? പഠിക്കുന്നുണ്ടോ? അപ്പുറത്ത് ജയറാമിനെ കണ്ട് പഠിയില്ല. വെറും +2 പാസ്സായി അവന് LDC, ബിടെക് റാങ്കോടി പാസ്സായി നീ LDC. നാണക്കേടാണ് അറിഞ്ഞേ. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മ, കിട്ടും. കിട്ടണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അരുണെ പതുപ്പ് എനിക്കും കൊടുത്താ. അരുണെ അരുണെ ഈ നട്ടപ്പതിരക്ക് എന്തോന്ന് ഭ്രാന്തി കാണിക്കണ? നാളെ ജോലിക്കുണ്ട്. എടി ഞാൻ ഒരു 10 പേജ് കൂടെ പഠിച്ചിട്ട് കിടന്നോളാം, നീ ഉറങ്ങിക്കോ. അച്ഛൻ പറഞ്ഞതായിട്ട് പേടിച്ചിട്ടാണ്. പേടിയാ? ആർക്ക് പേടി? ഇപ്പൊ മാറ്റിട്ട് ബോധമുണ്ടോ നിനക്ക്? മാന്യന്മാരാരെ ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അതും ബന്ധുക്കൾ മൊത്തം വരുന്ന കല്യാണത്തിന് പോവാൻ. ഈ തുണി ആരെടുത്ത് ചോദിച്ചിട്ട് വാങ്ങിച്ചടാ? പോയി മാറ്റിയിട്ട് വേടാ. പുതിയ ഡ്രസ്സായോണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ചൊറിച്ചിൽ. ഞാനൊന്ന് മാറ്റിയിട്ടൊന്നുമല്ല. അരുണെ എൻ്റെ ചെവിയിലോ നോക്കിക്കേ. എന്തടി? ശിങ്കാരി മേളോ നടക്കുന്നില്ലല്ലോ അല്ലേ? താഴെ പറയണ ഫുള്ള് ഞാൻ കേട്ടു. പോയി മാറ്റിട്ട് വാ അടിമയായ പുത്ര. സാധനങ്ങളുടെയൊക്കെ വില പോകുന്ന പോക്ക് ഇങ്ങനെ പോയി എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. അമ്മ, നിങ്ങളെവിടെ പോണു? ഒരു സിനിമയ്ക്ക്. ഈ ആ സമയത്താ നിങ്ങളിപ്പോ പോയാൽ തിരിച്ചു വരുമ്പോൾ 10 മണി കഴിയത്തില്ലേ? അരുണേ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് 8 മണിക്ക് ശേഷം പുറത്തു പോകരുതെന്ന്. അമ്മ, നമ്മള് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അമ്മ. നമ്മളെ രാത്രി ആയി കഴിഞ്ഞാൽ സകല എണ്ണവും കുടിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ്. ഞങ്ങൾ പണ്ടേ ഇവനെ 8 മണിക്ക് ശേഷം പുറത്തു വിടാറില്ല. അത് പണ്ടല്ലേ അച്ഛാ. അരുൺ ചേട്ടാ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനല്ലേ. ഇവന്റെ കല്യാണം കഴിഞ്ഞാൽ ലോകം മൊത്തം മാറുമോ? അച്ഛൻ കരുതും പോലെയൊന്നും അല്ല. ഇപ്പൊ അർദ്ധരാത്രി കൊച്ചുകുട്ടികൾ വരെ പുറത്തിറങ്ങും. അരേ, നീ കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടിയല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും മയപ്പെട്ട് സംസാരിക്കുന്നത്. അവനെങ്ങാനാണ് ഈ തർക്കുത്തരം പറഞ്ഞിരുന്നെങ്കിലേ ഞാനൊരു ചൂരലെടുത്തനെ. മോളെ, ഞങ്ങൾ അവനെ കല്യാണത്തിന് മുമ്പ് നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. നീയായിട്ട് വന്ന് വഷളാക്കരുത്. ഈ സമയത്ത് സിനിമയ്ക്ക് പോകാൻ പറ്റൂല. നിങ്ങൾ വേണേ പകല് വെക്കോ. അച്ഛാ, ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇത് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് എന്നെ നാണക്കേട്. നിങ്ങളൊരു കൊച്ചുകുട്ടിയല്ല, അതാദ്യം മനസ്സിലാക്കി പെരുമാറുക. ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ധൈര്യമില്ല. ഇവരോടൊന്നല്ല, ആരോടോ ഒന്ന് എതിർത്ത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. സത്യം പറഞ്ഞാൽ നിന്റെ മുമ്പിൽ വെച്ചൊരു സ്കൂൾ കുട്ടിയെ പോലെ പെരുമാറുമ്പോൾ എൻ്റെ തൊലി ഒരുങ്ങി പോകാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. കറൻ്റ്ലി ഇപ്പോൾ UK-ലേക്കും ജർമ്മനിയിലേക്കാണ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. ഇതിൽ ഏത് കൺട്രിയാണ് മാം പ്രിഫർ ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് ഹസ്ബൻഡിനും കൂടെ കൊണ്ടുപോകണം. അതിനെന്തായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ? എന്നിട്ട് ഹസ്ബൻഡ് എവിടെ? അത് പുള്ളിക്കാരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയേ പറ്റൂ. മാമിന് അങ്ങനെ സ്പൗസിനെ കൊണ്ടുപോകാനാണെങ്കിൽ UK-ൽ എംറസ് പ്രോഗ്രാം ഉണ്ട്, മാസ്റ്റർ ഇൻ റിസർച്ച്. അതിന് കോസ്റ്റ് എത്രയാവും? ഞങ്ങൾക്ക് ഇങ്ങനെ UK-ൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ല. മാം അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളും യൂണിവേഴ്സിറ്റീസും മാത്രം ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അതുമാത്രമല്ല, ഞങ്ങൾ തന്നെ ഇവിടെ വിത്തൗട്ട് കൊളാട്രൽ ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം ക്ലിക്ക് ഹോംസ് എന്ന ഓപ്ഷനിലൂടെ നിങ്ങളുടെ അവിടുത്തെ ഫുൾ അക്കോമഡേഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും. പിന്നെ ഇതിന് IELTS ഒക്കെ പഠിക്കേണ്ടി വരുമോ?
IELTS വേണ്ടാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇനി അഥവാ IELTS വേണമെങ്കിൽ തന്നെ ഇവിടെ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഹസ്ബൻഡായിട്ട് വരാം. മാം എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുകയാണല്ലേ? സത്യം, നാളെ എങ്കിൽ നാളെ ഒന്നവിടെ എത്തിയാൽ മതി എന്നാണ്. പിന്നെ കിഴക്കേക്കോട്ടെ ബസ് സ്റ്റാൻഡ് അപ്പുറത്തോട്ട് ഒറ്റയ്ക്ക് വിടാത്തവരാണ് ഇനി UK വിടാൻ പോകുന്നത്. കോട്ടയത്ത് വെച്ച് കഴിഞ്ഞ വർഷം ഒരു PSC പരീക്ഷ ഉണ്ടായിരുന്നു. അച്ഛനാണ് എന്നെ കൊണ്ടുവിട്ടത്. ബാത്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് ലേറ്റായ കഥവി എന്ന് മുട്ടുന്ന ടീംസാണ്. അതാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. ഒരുപാട് വർഷമൊന്നും വേണ്ട, ഒരു 5 വർഷം, ഒരു 2 വർഷം നമുക്ക് അവിടെ പഠിക്കാം, എന്നിട്ട് 3 വർഷം ജോലി ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരാം. അതാകുമ്പോൾ ഈ ജയിലിൽ നിന്ന് മാറിയതും ആവും, പെട്ടെന്ന് സെറ്റിൽ ആവാനുള്ള പൈസ ഉണ്ടാക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷെ വെടി വയ്ക്കുന്നത് അച്ഛനായിരിക്കും, ചെന്ന് പറയേണ്ട താമസം. ആരും വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. എനിക്ക് നിങ്ങളെ പോലെ അവരെ പേടിയൊന്നുമില്ല. വരണമെങ്കിൽ വാ. എടി, ഞാൻ ഇപ്പം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ജോലി എന്തോ നീയും? ലോങ് ലീവ് എടുക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ. അരുൺ, ഈ വിഷയം ഞാൻ ഡീൽ ചെയ്തോളാം. പേടിക്കാതെ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി പ്ലീസ്. ഇമാജിൻ, ശ്വാസം വിടാൻ പോലും അളവ് വെച്ചിട്ടുള്ള, കക്കൂസി പോലും മനസമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാത്ത, ആഹാരം വായിൽ കുത്തി ഇറക്കുന്ന, 8 മണിക്ക് ശേഷം മുറ്റത്തിറങ്ങാൻ സമ്മതിക്കാത്ത, വണ്ടി ഓടിക്കാൻ സമ്മതിക്കാത്ത, ഷർട്ടിടാൻ സമ്മതിക്കാത്ത, മുടി സ്റ്റൈലിൽ വെട്ടാൻ സമ്മതിക്കാത്ത ഈ പ്രിൻസിപ്പൽ കുടുംബത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ കേദാരമായ ലണ്ടൻ തെരുവുകളോട് നമ്മൾ കൈപിടിച്ച് നടക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഡ്രസ്സ് ഇഷ്ടമല്ലെങ്കിൽ ഇടാൻ നടക്കാം, ഇഷ്ടമുള്ള സമയത്ത് വീട്ടിൽ കയറാം. ഇനി വീട്ടിൽ കയറിയില്ലെങ്കിൽ നോ പ്രോബ്ലം. അല്ല, ആ പോയിന്റ് കണ്ട് വണ്ടി പഠിക്കാം, ലൈസൻസ് എടുക്കാം, ഓട്ടിക്കാം. ഇനി റേസിങ്ങിന് പോണോ, അതിന് പോവാം. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഫ്രീ ബേർഡായിട്ട് നടക്കാം. അപ്പൊ നാളെ തന്നെ ഞാൻ ലോങ് ലീവ് എടുക്കാം. ഇവിടെ കാളെ ലേബർ റൂമിൽ കേട്ടില്ല, അതിനിടയ്ക്ക് കയറെടുക്കാൻ ഓടണം. എൻ്റെ പൊന്നു മനുഷ്യൻ, അങ്ങനെ കണ്ണടച്ച് തുറക്കണ മുമ്പ് UK പോകാൻ പറ്റൂല. സമയം എടുക്കും പ്രോസസ്സ് ചെയ്യാൻ. എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ആദ്യം അതിന് അപ്ലൈ ചെയ്യണം. അവർ IELTSന്റെ കോച്ചിങ്ങിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ അതിനും ജോയിൻ ചെയ്യണം. എന്നാ പിന്നെ അച്ഛൻ്റെ അടുത്ത് അവിടെ ചെന്ന് പറയാം. ചെന്ന് കയറി കൊടുത്തും പറഞ്ഞോണ്ട് അവർ ചൂരലെടുത്ത് ലണ്ടന്റെ മാപ്പ് വരയ്ക്കും ചന്തിയിൽ. ഇനി ഞാൻ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും ചെയ്യാവും. എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വിസയും വന്ന് ടിക്കറ്റും എടുത്ത് പോകുന്നതിന് ഒരു 5 ദിവസം മുമ്പ് നമ്മൾ അവർക്ക് പറഞ്ഞാൽ മതി. ടിക്കറ്റൊക്കെ എടുത്ത സ്ഥിതിക്ക് പിന്നെ അവർക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ലാതോ. ഓക്കെ ഓക്കെ. അപ്പം ആദ്യം പാസ്പോർട്ട്. അയ്യോ അയ്യോ സാർ, ടേബിളിൽ കാല് തട്ടിയതാണ്. സാർ വന്നോളൂ സാർ. എന്തുപറ്റി? പെട്ട്. പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏതൊരു പോലീസുകാരൻ വരുന്നുണ്ടെന്ന്. അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓ, ഒന്ന് കൂളാവ്. ഞാൻ അച്ഛനും അമ്മയും പുറത്തേക്ക് വരാതെ നോക്കാം. ആരും പേടിക്കാതെ ഒന്ന് ഡീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് അച്ഛനും അമ്മയും മാത്രമല്ലേ പേടിയുള്ളൂ, പോലീസൊക്കെ എനിക്ക് ജോലി. ആ, എനിക്ക് കുഴപ്പമില്ല. എത്ര കേസുണ്ടോ എനിക്ക്? കേസൊന്നുമില്ല സാർ. പിന്നെന്താ നിനക്ക് എന്നെ കണ്ടപ്പോൾ ഒരു പരിങ്ങളി? കൊച്ചിലെ മുതൽ പോലീസിനെ ഭയങ്കര പേടിയാണ് സാർ. ആ, എന്താ ഭയം എടുക്കണം. പെറ്റി കേസ് വല്ലതും ഉണ്ടോ? അച്ഛൻ പണ്ട് സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലേ? പിന്നെ എത്ര എണ്ണത്തിനെന്ന് അറിയാമോ TC കൊടുത്ത് പറഞ്ഞു വിട്ട്? ആണോ? ഞാൻ ശേ, ഒന്ന് പോടി അവിടുന്ന്. എന്റെ സ്കൂളിൽ അത്ര വിജയിച്ചാൽ നിന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു? ഇല്ലേ? പിന്നെ ഇല്ലേ? ഒന്നുമില്ല, എന്റെ സ്കൂളിന്റെ അടുത്തൊന്നും നിന്റെ സ്കൂൾ വന്നിട്ടില്ല. സാർ ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. നീ ഇത് ഏത് കാലത്താണ് ജീവിക്കണത്? അതൊക്കെ പോട്ട്. എടേ, നിന്റെ പേര് അരുൺ, അച്ഛൻ ബാലേന്ദ്രൻ, അമ്മ ജയന്തി, ഭാര്യ ആര്യ. കറക്റ്റ് തന്നെയാണ്. ആ, ഈ വീട്ടിൽ എത്ര ആളായി താമസം തുടങ്ങിയിട്ട്? ജനിച്ചപ്പോൾ മുതൽ. അച്ഛനെ വന്ന് വിളി കാണട്ടെ. സാർ അവർക്ക് ചെറിയൊരു അസുഖമുണ്ട്, പുറത്തിറങ്ങാൻ പറ്റില്ല. അതിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ചെറിയ അസുഖം? എടാ, ഞാൻ വന്നപ്പം വലിയ ശ്രദ്ധിക്കണം, നിന്റെ നടപടിയൊന്നും ശരിയല്ലല്ലേ. നീ ഒന്ന് മാറി, ഞാൻ കയറി നോക്കട്ടെ. സാറാ ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് ആണ് നിന്റെ ചെറിയ അസുഖം? നിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കയറിപ്പെടാത്ത? സാർ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇവിടെ ഒന്നുമില്ല, അപ്പുറത്തെ വീട്ടിലേ ഉള്ളൂ.
സാറേ ഈ സ്ട്രീറ്റിലെ 8 വീടുകളിലും ചിക്കൻ ബോക്സ് ആണ്. എടാ നിന്റെ വീട്ടുകാർക്ക് എന്തോ ചിക്കൻ ബോക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? ഞാൻ ക്ലിയറൻസ് സ്റ്റേഷനിൽ കൊടുത്തേക്കാം. എൻ്റെ അമ്മ, ഇതിനകത്ത് എല്ലാം ചിക്കൻ ബോക്സ് ആയിരിക്കും. ആണോ? ഓ അങ്ങനെയാണല്ലേ. ശരി ശരി, ഓക്കെ. വിസ റെഡിയായെന്നാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ടിക്കറ്റും ഓക്കെ, അവർ മെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ട്. വാ നമുക്ക് അച്ഛൻ തമ്മിലെടുത്ത് പറയാം. ഇങ്ങനെ കുന്തം വിഴിക്കാതെ പോലെ നിൽക്കാതെ ഒന്ന് വാ. UK നിങ്ങളത് എന്തോ പറയണത്? അമ്മ, അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അമ്മ. നല്ല എക്സ്പോഷറും ഉണ്ട്. ഇവിടുത്തെ ജോലിക്ക് ഇപ്പൊ എന്താണ് കുഴപ്പം? അച്ഛാ ഇവിടത്തേക്കാളും 4 ഇരട്ടി ശമ്പളം ഉണ്ട് അവിടെ. അധികമൊന്നും പോകില്ല, ഒരു 5 വർഷം. 5 വർഷം പോയിട്ട് 5 മിനിറ്റ് നിന്നെ ഞാൻ വിടൂല. നീ ആരോട് ചോദിച്ചിട്ട് ലോങ് ലീവ് എടുത്തത്? വല്ല നാട്ടിലും പോയി നശിക്കാൻ ഞങ്ങൾ ജീവനോടൊപ്പം തന്നെ വിടൂല. അച്ഛാ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു പോയച്ചാ 25-നാണ് ഫ്ലൈറ്റ്. ഇനി ലോകം ഇടിഞ്ഞു വീണാലും നീ പോണ പ്രശ്നമില്ല. ഞങ്ങളടുത്ത് ചോദിച്ചിട്ടില്ലല്ലോ നീ നിന്റെ ഭാര്യയും ടിക്കറ്റ് എടുത്തത്. അത് ചോദിച്ചാൽ നിങ്ങൾ വിടൂലല്ലോ അമ്മ, അതുകൊണ്ടാണ് ഞങ്ങൾ. ആര്യ, നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ അവനെ നല്ല കുട്ടിയായിട്ടാണ് വളർത്തിയത്. അത് നീയായിട്ട് നശിപ്പിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് പോകുന്നതിന് 10 ദിവസം മുമ്പാണ് അവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചെയ്യുമായിരുന്നോ ജയന്തി? എല്ലാം തല വിധി, അല്ലാതെ എന്തോ പറയാൻ. ഒരു വിധിയുമില്ല. ഇന്നലെ വരെ ഞങ്ങൾ പറയണ കേട്ടാണ് നീ ജീവിച്ചത്. ഇനിയും അങ്ങനെ നടക്കൂ. നാളെ തന്നെ ഓഫീസിൽ പോയി ആ ലീവ് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പഴയ പോലെ ജോലിക്ക് പോയിക്കോണം. കല്യാണം കഴിഞ്ഞതല്ലേന്ന് പറഞ്ഞ് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ വലിയ ആളാവണ നോക്കി എനിക്ക് അത് കയറി പോടാ. ഒരു മാറ്റമില്ലല്ലോ ഇത്. ഇല്ല, നീ പറഞ്ഞതുപോലെ തന്നെ അവർ പെരുമാറി. ആ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്ലാൻ ബി കൂടെ കണ്ടുവെക്കണമെന്ന്. എന്നാലും എന്തോ എന്നാലും അരുൺ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് മാനിയായിട്ട് അനുവാദം വാങ്ങി പോവാന്ന് നമ്മൾ നോക്കി. അത് പ്ലാനേ. അപ്പൊ അവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാൻ ബി നടപ്പിലാക്കും. അവരെങ്ങനെ പിടിച്ചാലും ഒരിക്കലുമില്ല. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ തീയതി 25, നമ്മൾ യഥാർത്ഥത്തിൽ പോകുന്ന 15. അതുകൊണ്ട് പ്ലാൻ ബി ഒരിക്കലും പാളാൻ പോകുന്നില്ല. അരുൺ പഴയതുപോലെ ജോലിക്ക് പോകുന്നതായിട്ട് ഭാവിക്കുന്നു. എന്നിട്ട് 14-ന് രാത്രി നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ. പിന്നെ ഊബർ ഞാൻ അപ്പുറത്ത് നിർത്താൻ പറഞ്ഞിട്ടുണ്ടേ. വെറുതെ ഇവിടെ ഒന്ന് സൗണ്ട് കേൾപ്പിക്കണ്ടല്ലോ. പോവാം. ഇതെന്തോ നോക്കിക്കൊണ്ടിരിക്കണ? വാ. എന്താ? നീ വാ വാ. അച്ഛാ അച്ഛാ, അച്ഛാ ഞങ്ങൾ കള്ളം പറഞ്ഞതാണ്. നാളെ രാവിലെയാണ് UK ഫ്ലൈറ്റ്. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും പെട്ടിയും പാക്ക് ചെയ്ത് നിൽക്കണ? കേറിപ്പോ. എന്നെ കൊണ്ട് വഴി അടുപ്പിക്കാതെ കേറിപ്പോവാൻ. എന്നാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അരുൺ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുട്ടിയൊന്നുമല്ല ഇങ്ങനെ തല്ലി അനുസരിപ്പിക്കാൻ. ഇവർ സമ്മതിക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ആ ഇറങ്ങിയ വഴിക്ക് അങ്ങ് പോയാ പോരായിരുന്ന? അനുവാദം വാങ്ങാൻ വന്നിട്ട് ഇപ്പൊ മതിയായല്ലോ. അരുണേ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കൂല. അമ്മ, ഞാൻ സമ്മതം വാങ്ങിക്കാൻ വന്നതല്ല, യാത്ര പറയാൻ വന്നതാണ്. 33 വയസ്സായി കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഈ 5 വർഷം UK പോയി ജീവിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ശരി, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അറിഞ്ഞാൽ കൊള്ളാം. നിനക്കിവിടെ എന്താണ് ഒരു കുറവ്? നല്ലൊരു ജോലിയുണ്ട്, മാന്യമായ ശമ്പളമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് നിനക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യമല്ലല്ലോ അച്ഛാ.
പിന്നെ നിന്നെ അഴിച്ചു വിടണമായിരുന്നോ? ന്യൂസിൽ കാണുന്നുണ്ടല്ലോ ഓരോന്ന്. മക്കളുടെ മേലിൽ കൺട്രോൾ വേണോ അമ്മ? പക്ഷെ അതവർ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ പാടുള്ളൂ. ഇപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് എടുക്കാനെങ്കിലും നിങ്ങൾ അങ്ങനെ സമ്മതിക്കാറുണ്ടോ? എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദം വേണം. നിങ്ങളിങ്ങനെ വിരട്ടി വളർത്തി എനിക്കിപ്പോൾ എല്ലാത്തിനോടും പേടിയാണ്. ജീവിതത്തിൽ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പഠിക്കാൻ ഇഷ്ടം സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങളതിനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് കൊണ്ടുപോയി ചേർത്തു. പഠിച്ച് റാങ്കും വാങ്ങിച്ച് ഒരു IT കമ്പനി ജോയിൻ ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു PSC പഠിക്കണം, ഗവൺമെൻറ് ജോലി വാങ്ങിക്കണമെന്ന്. അതും ഞാൻ ചെയ്തു. നിങ്ങൾ തീരുമാനിച്ച പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലിയും കെട്ടി. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് തീരുമാനമെടുക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഞാനൊരിക്കലും ചോദിച്ചിട്ടുമില്ല. ഇനി ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് പോയേ പറ്റൂ. അപ്പൊ ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ഞങ്ങളെ ഇട്ടേച്ച് പോകാൻ പോവാണല്ലേടാ? ഒരിക്കലും ഇല്ല അച്ഛാ. നിങ്ങൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തതെന്നും എനിക്കറിയാം. പക്ഷെ എന്നും ഇങ്ങനെ നിങ്ങളുടെ തണലിൽ നിൽക്കാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, ജീവിച്ച് പഠിക്കണം. എല്ലാ കാലവും അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഉടനെ ഇവിടെ എത്തും. ഞങ്ങൾ ഇറങ്ങുക. കല്യാണം കഴിഞ്ഞിട്ടും ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ചില ആണുങ്ങളുണ്ട്. ഇവരിങ്ങനെ ആകാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ മാതാപിതാക്കളുടെ സ്ട്രിക്റ്റ് പാരൻറ്റിങ് അപ്രോച്ചാണ്. വീട്ടുകാർ പറയുന്നതിനപ്പുറം ജീവിതത്തിൽ ഒന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്കൊരു പുതിയ കാര്യം ചെയ്യാനോ ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ചെറിയ റിസ്ക് എടുക്കാൻ പോലും പേടിയായിരിക്കും. മക്കൾ വഴിതെറ്റി പോകുന്ന പേടിയിൽ ഡിസിപ്ലിൻ എന്ന പേരിൽ മക്കളെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ വളർത്തിയാൽ അവർ സക്സസ് ആവുന്നതിന് പകരം ജീവിതത്തിൽ വലിയൊരു ഫെയിലിയർ ആകാനാണ് സാധ്യത. ഓരോ വ്യക്തിക്കും അവരുടേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഇൻഡിവിജ്വാലിറ്റിയും ഉണ്ട്. അത് മനസ്സിലാക്കാതെ പാരൻസിൻ്റെ ഇഷ്ടത്തിന് മക്കൾ ജീവിതകാലം മൊത്തം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയൊരു തെറ്റാണ്. ചിലപ്പോൾ ഒരു പോയിന്റിൽ ഇവരെ സ്ട്രിക്ട്നെസ് കൂടി അവർ റെബലായിട്ട് മാറാനും സാധ്യതയുണ്ട്. പിന്നൊരു പ്രധാന കാര്യം, മക്കളൊരു പ്രായം കഴിഞ്ഞ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കേണ്ടതും ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതും അത്യാവശ്യമാണ്. അതിനുള്ള സ്പേസ് പാരൻസ് കൊടുക്കുക. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ ദയവേത് അവരുടെ തീരുമാനങ്ങളിൽ തലയിടാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളിൽ ആങ്സൈറ്റിയും ഡിപ്രഷനും വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സ്ട്രിക്റ്റ് പാരൻസ് ഒന്ന് മാറി ചിന്തിക്കാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുട്ടിക്കാലത്ത് പാരൻസ് നിങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ടാണോ വളർത്തിയത്? അതുമൂലം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? താഴെ കമൻറ്റ് ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്നു.